നമസ്കാരം. ഈ രാജസ്ഥാൻ റോയൽസിന് എന്താണ് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൽ. എല്ലാവരും ഒരുപാട് വിമർശിച്ചൊരു ടീമാണ്. അതായത് ജോസ് ബട്ട്ലറിനെ വിട്ടു, അത് ട്രെന്റ് ബോൾട്ടനെ വിട്ടു, രവി അശ്വിനെ വിട്ടു, ചാഹലിനെ വിട്ടു. അപ്പോൾ ഫുള്ളി ഒരു യങ്സ്റ്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 മാച്ചുകളായിട്ട് നമ്മൾ കണ്ടാണ് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു എനർജറ്റിക് അല്ലാത്ത, ഒരു യൂണിറ്റി ഇല്ലാത്ത പെർഫോമൻസ് തീരെ, അതായത് കണ്ടിരിക്കുന്ന ആരാധകരെ പോലും മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് കഴിഞ്ഞ 2 മാച്ചുകളിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്കറിയാം, സഞ്ജു സാംസന്റെ കൈക്കേറ്റ പരിക്കിൻ്റെ കാരണം കൊണ്ട് സഞ്ജു സാംസൺ ആദ്യത്തെ 3 മാച്ചിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലിയറൻസ് കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഫീൽഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. എന്തുകൊണ്ട് ഫീൽഡ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയ്തുകൂടാ എന്നുള്ളത്. ഇനി ഫീൽഡ് ചെയ്യാനും ക്ലിയറൻസ് ഇല്ല എന്നുള്ള ഒരു ഉത്തരം എനിക്ക് ഇൻ്റർനെറ്റിലും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ പക്ഷേ വിഷയം അതല്ല, റിയാൻ പരാഗ് എങ്ങനെ ക്യാപ്റ്റനായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആറിൻ്റെ ഇപ്പോഴത്തെ ഒരു ടീം സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് റിയാൻ പരാഗിനെക്കാട്ടി കൂടുതലുള്ള യശസ്വി ജയ്സ്വാൾ ആ ടീമിൻ്റെ ഭാഗമാണ്. റിയാൻ പരാഗിനെ പോലെ തന്നെ ഒരു യങ്ങായിട്ട് ആ ടീമിൻ്റെ ഭാഗമായിട്ട് കളിച്ചു വളർന്ന ഒരു പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ. അതുപോലെ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ BGTയിൽ ടെസ്റ്റ് മാച്ചസ് ഒക്കെ കളിക്കാൻ പോയി. ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ബോൾഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു ഒരു പ്ലെയറാണെന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് യശസ്വി ജയ്സ്വാൾ. അപ്പോൾ യശസ്വി ജയ്സ്വാളിനെ പോലെ ഒരാൾ ടീമിലുള്ളപ്പോൾ എന്തുകൊണ്ട് റിയാൻ പരാഗ് എന്നുള്ളതിന് ഉത്തരം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ റാണ ഉണ്ട്. റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി യങ് ഓപ്ഷനാണ് അവർ നോക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ഫസ്റ്റ് ചോയ്സ് യശസ്വി ജയ്സ്വാൾ ആയിരിക്കണം, റിയാൻ പരാഗ് ആയിരിക്കാൻ പാടില്ല. ഇനി അതിൻ്റെ വേറൊരു സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയാൻ പരാഗിൻ്റെ ഫാദറിന് ആസാം ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓണറുമായിട്ടുള്ള ബന്ധം ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാക്കാം. പക്ഷേ അത് എങ്ങനെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലൊക്കെ എത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മുമ്പ് 1-2 സീസൺ പെർഫോം ചെയ്യാതിരുന്നിട്ട് പോലും റിയാൻ പരാഗിനെ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു റിസൾട്ട് എന്ന പോലെയാണ് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് റിയാൻ പരാഗ് പെർഫോം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഒരു ക്യാപ്റ്റൻസിയിലേക്കുള്ളൊരു നേരിട്ടുള്ളൊരു പ്രൊമോഷൻ എങ്ങനെ സാധ്യമായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള എന്ത് ക്വാളിറ്റിയാണ് റിയാൻ പരാഗിൽ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് മാച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SRH ആയിട്ടുള്ള മാച്ചിൽ വളരെ കിളി പോയ രീതിയിലാണ് റിയാൻ പരാഗ് ബിഹേവ് ചെയ്തത് ആസ് എ ക്യാപ്റ്റൻ. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കുകയോ അല്ലെങ്കിൽ പാനിക്കായ ഒരു ടീമിനെ ഒത്തുകൊണ്ടുവരാനും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്യാൻ SRHന് എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് റിയാൻ പരാഗിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഈവൻ റിയാൻ പരാഗിന് 1-2 ഓവർ ആ മാച്ചിൽ എറിയായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും റിയാൻ പരാഗ് ആ മാച്ചിൽ തയ്യാറായില്ല, അല്ലെങ്കിൽ പറ്റിയില്ല. സ്വാഭാവികമാണ്, IPL പോലെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ കളിക്കുന്ന SRH പോലൊരു ടീമുമായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ക്യാപ്റ്റനെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷേ അത് മാനേജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മറ്റ് താരങ്ങൾ ടീമിലുണ്ടല്ലോ. അപ്പോൾ അവരെ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണല്ലോ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട രീതി. എന്തായാലും അതൊരു റീസണായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 2 മാച്ചിൽ RRൻ്റെ പരാജയത്തിൻ്റെ കാര്യത്തിൽ റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി ഈസ് ഡെഫിനറ്റ്ലി എ ഫാക്ടർ. ഇനി അടുത്തതായിട്ട് RR ചെയ്യുന്ന വേറൊരു ബ്ലണ്ടറാണ് റിയാൻ പരാഗിനെ നമ്പർ 3 ബാറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ നമ്പർ 4 ഇറങ്ങി നന്നായിട്ട് പെർഫോം ചെയ്തൊരു ബാറ്റ്സ്മാനെ എന്തിന് നമ്പർ 3 ഇറങ്ങി ബാറ്റ് ചെയ്യിക്കണം? അതുപോലെ നമ്പർ 3 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി നല്ല റിസൾട്ട് കൊടുത്തിട്ടുള്ള നിതീഷ് റാണയെ നമ്പർ 3 മാറ്റി നമ്പർ 4 ഇറക്കുവാനും എന്നിട്ട് റിയാൻ പരാഗിനെ നമ്പർ 3 ഇറക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതൽ ബോൾസ് റിയാൻ പരാഗിന് കിട്ടണമെന്നൊക്കെയാണ് ഈ കളിയുടെ ഇടയിലുള്ള മാനേജറായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നത്. എന്ത് ലോജിക്കാണ് അതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പൊസിഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് റിയാൻ പരാഗ് തന്നെ പറയുന്നുണ്ട് ആ നമ്പർ 4 കളിക്കാനാണ് റിയാൻ പരാഗിന് ഇഷ്ടം. പിന്നെ എന്തിന് ഫോഴ്സ് ചെയ്യണം? നമ്പർ 3 റാണ കളിക്കാൻ നമ്പർ 4 റിയാൻ പരാഗ് കളിക്കുന്നതിൽ ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഡെത്തിലേക്ക് റിയാൻ പരാഗിനെ ബാറ്റ് ചെയ്യാനും കുറച്ചും കൂടെ നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ശരിക്കും പറഞ്ഞാൽ RR മിസ് ചെയ്യുന്നത്. ഇനി അഥവാ നിതീഷ് റാണെ നമ്പർ 3 കളിപ്പിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ക്രിക്കറ്റിംഗ് ഷോട്ടും പ്രോപ്പറായിട്ട് കളിക്കുന്ന ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനാണ് ഈ ധ്രുവ് ജുറേൽ. എന്തുകൊണ്ട് ധ്രുവ് ജുറേലിനെ നമ്പർ 3 പരീക്ഷിച്ചുകൂടാ? കാരണം ധ്രുവ് ജുറേലാണ് ഇപ്പോൾ RRനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. എന്തുകൊണ്ട് ധ്രുവ് ജുറേലിന് കൂടുതൽ ബോൾസ് കിട്ടത്തക്ക രീതിയിൽ നമ്പർ 3 പ്രൊമോട്ട് ചെയ്തുകൂടാ? റിയാൻ പരാഗ് ഓൾറെഡി സക്സസ്ഫുൾ ആയ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നുകൊണ്ട് ധ്രുവ് ജുറേലിനെ നമ്പർ 3 പ്രൊമോട്ട് ചെയ്യാമല്ലോ. അതാണല്ലോ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചേഞ്ചസും ഷഫിൾസൊക്കെ നടത്തിയിട്ട് എന്തിനാണ് ബാറ്റിംഗ് ഓർഡറിനെ ഇങ്ങനെ കൊളാക്കുന്നത്? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാച്ചിൽ ഹസരംഗയെ നേരത്തെ ഇറക്കിവിട്ടത്. എന്തിനാണ് ഹസരംഗയെ നേരത്തെ ഇറക്കിവിടുന്നത്? കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണും ഇവർ ചെയ്ത്
പരാജയപ്പെട്ട ഒരു കാര്യമാണ് അശ്വിനെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് പറഞ്ഞു വിടുന്ന പരിപാടി. ഒരു മാച്ചിലോ 2 മാച്ചിലോ എന്തോ അശ്വിൻ റൺ അടിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ സമയത്തും പരാജയപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്. എന്തിനാണ് പ്രോപ്പർ ബാറ്റ്സ്മാൻ ഉള്ളപ്പോൾ ഒരു ബോളറിനെ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്? എന്ത് സ്ട്രാറ്റജിയാണ്? സ്വന്തം ബാറ്റിംഗ് ലൈനപ്പിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. പ്രോപ്പറായിട്ട് ഒരു ടീം സെറ്റ് ചെയ്ത്, ഒരു 11 സെറ്റ് ചെയ്ത്, ബാറ്റിംഗ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് RR ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കുറച്ച് മാച്ചസ് ഇങ്ങനെ ജയിച്ചു വരുമ്പോഴത്തേക്ക് RR ചെയ്യുന്ന പരിപാടിയാണ് ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്യുക, ഫ്ലോട്ടിംഗ് ആയിട്ട് താഴെയുള്ള ബാറ്റ്സ്മാൻമാരെ കയറ്റി വിടുക. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചേഞ്ചസും ഷഫിലും ഒക്കെ വരുന്നതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഏതോ ഒരു കുഴിത്തുരുമ്പ് ഇവരുടെ ക്യാമ്പിലുണ്ട്, അയാളാണ് ഈ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ ചെയ്യുന്നത്. അതെന്തായാലും രാഹുൽ ദ്രാവിഡ് അല്ല, കാരണം രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. RR കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരായാലും അയാളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി. ഇനി ഇതെല്ലാം പോട്ടെ, ഇവർ ഓപ്ഷനിൽ ചെയ്ത ബട്ട്ലറിനെ റിലീസ് ചെയ്തതും ബോൾട്ടിനെ റിലീസ് ചെയ്തതും അശ്വിനെയും ചാഹലിനെയൊക്കെ റിലീസ് ചെയ്തൊക്കെ പോട്ടെ, പക്ഷേ എന്തുകൊണ്ട് ഹെഡ്മേറിന് ഒരു പ്രോപ്പർ ബാക്കപ്പ് എടുത്ത് വെച്ചില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഓവർസീസ് ബാക്കപ്പ് ഇല്ല ഹെഡ്മേറിന്. ഹെഡ്മേറിന് പരിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഹെഡ്മേറിൻ്റെ പെർഫോമൻസ് ഒന്ന് ലോ ആവോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് ഇല്ല. ബാക്കി എല്ലാം സഹിക്കാൻ, ഈ ഒരു ബ്ലണ്ടർ മാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഒരു ബാക്കപ്പ് ഹെഡ്മേർ, ഒരു ഓവർസീസ് ബാറ്റ്സ്മാൻ ബാക്കപ്പായിട്ട് ഹെഡ്മേറിന് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ടീം എടുത്തു വെച്ചേക്കുന്നത്. ഇനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് സഞ്ജു സാംസൺ തിരിച്ചു വരണം, അവരുടെ ടോട്ടൽ യൂണിറ്റിലുള്ള ഒരു എനർജി തിരിച്ചു വരണം, അവരുടെ ഫീൽഡിങ് ഇമ്പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ 11 അല്ലെങ്കിൽ ഒരു പ്രോപ്പർ 12 പ്ലാൻ ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യണം. അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ആസ് എ ലീഡർ സഞ്ജു സാംസൺ എടുക്കാൻ കഴിഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ അശ്വിനും ചാഹലിനും റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഹസരംഗയും തീക്ഷണയും വരുന്നത്. അവരെ രണ്ടുപേരും ഒരിക്കലും 11 നിന്ന് മാറ്റരുത്. എല്ലാ മാച്ചസും ഏതൊരു ഗ്രൗണ്ടിലായാലും ഹസരംഗയും തീക്ഷണയും തീർച്ചയായിട്ടും കളിപ്പിച്ചിരിക്കണം. കാരണം അതാണ് RRന്റെ വിന്നിങ് കോമ്പിനേഷൻ. അതിനെ റീബിൽഡ് ചെയ്യാണ് അവർ ചെയ്തത്. ഇപ്പോൾ അശ്വിനും ചാഹലും പോയപ്പോൾ ഹസരംഗയും തീക്ഷണ എടുത്തിട്ട് അതിനെ റീബിൽഡ് ചെയ്യണത്. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ സഞ്ജു സാംസൺ തിരിച്ചു വരട്ടെ, ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ, ടീമിനെ റീയുണൈറ്റ് ചെയ്തിട്ട് ആ ഒരു എനർജി കൊണ്ടുവരട്ടെ. ഈ ടീമിന് തീർച്ചയായിട്ടും പെർഫോം ചെയ്യാനുള്ള കാലിബർ ഉണ്ട്, അത്രയും നല്ല പ്ലെയേഴ്സ് ഉള്ളൊരു ടീം തന്നെയാണ്. പക്ഷേ അവിടെ വേണ്ടത് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും സ്ട്രാറ്റജിക്കലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാനും പറ്റുന്ന ഒരു ലീഡറാണ് സഞ്ജു സാംസൺ. പൂർണ്ണമായിട്ട് അത് പറ്റട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയത്തില്ല. ഈ സഞ്ജു സാംസൺ തന്നെയാണോ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഈ ഫ്ലോട്ടിംഗ് ബാറ്റ്സ്മാനും അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത ഷഫ്ലിംഗ് എന്നൊക്കെ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് പ്രോപ്പറായി കഴിഞ്ഞാൽ RRന് തീർച്ചയായിട്ടും പെർഫോം ചെയ്യാൻ കഴിയും. എന്തായാലും സഞ്ജു സാംസൺ തിരിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീണ്ടും IPL റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.